എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2024 നവംബർ 10 ഞായറാഴ്ച മണ്ണാർക്കാട് പയ്യനേടം ഏനാനിമംഗലം ശിവക്ഷേത്ര സന്നിധിയിൽ വെച്ച് നടന്ന നാമോത്സവത്തിന്റെ സമാപന ചടങ്ങിനോടനുബന്ധിച്ച് ആചാര്യന്മാരെ ആദരിക്കുന്ന ചടങ്ങാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്കും ഷെയറും ചെയ്യാനും മറക്കരുത്. ഹരേ കൃഷ്ണ. ഗോപാല മുകുന്ദ വെണ്ണതരാം ഗോപാല സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. നാമോത്സവത്തിന് നേതൃത്വം നൽകിയ ആചാര്യൻ തത്വരസികൻ പ്രസാദ് പുളിക്കൽ, അദ്ദേഹത്തിന്റെ സഹധർമ്മിണി സൗമ്യ എന്നിവരെ മോക്ഷ ആധ്യാത്മിക വിജ്ഞാന വേദി ട്രസ്റ്റിന്റെ രക്ഷാധികാരി ഭാസ്കരേട്ടൻ പൊന്നാട അണിയിച്ച് ആദരിക്കുന്നു. നാമോത്സവം 2024 സംഘാടക സമിതിയുടെ രക്ഷാധികാരി പ്രിയപ്പെട്ട ഭാസ്കരേട്ടനാണ് ദക്ഷിണ സമർപ്പിക്കുന്നത്. ആയുരാരോഗ്യ സൗഖ്യത്തിനായി അന്നേ ദിവസം കാലത്ത് ക്ഷേത്രത്തിൽ ധന്വന്തരി ഹോമം ചെയ്ത ആചാര്യൻ തത്വരസികൻ പ്രസാദ് പുളിക്കൽ ആദരിക്കുന്നു. അദ്ദേഹത്തിന്റെ സഹ ആചാര്യനോടുള്ള ഉപഹാരം. ശിവായ നമഃ ശിവായ സർവത്ര ശിവനാമ സങ്കീർത്തനം ഹര ഹര മഹാദേവ. എല്ലാവർക്കും നമസ്കാരം. ഇവിടെ ഇരിക്കുന്ന ആചാര്യന്മാരുടെ മുമ്പിലൊക്കെ വെച്ചിട്ട് എന്തെങ്കിലും പറയാനുള്ള അർഹത എനിക്കില്ലാന്ന് എനിക്ക് നല്ലോണം അറിയാം. ഒരു ആചാര്യ ആരും ആചാര്യ എന്ന് വിളിച്ചായി തീരേണ്ടതല്ല. അവരവരുടെ സാധന പ്രകാരം ആചാര്യ ആയി തീരേണ്ടതാണ്. അവിടേക്കൊന്നും ഞാൻ എത്തിയിട്ടില്ല, എനിക്ക് നല്ല ബോധ്യമുണ്ട്. അപ്പൊ എന്നെ ഞാൻ അങ്ങനെ ഒരു ആചാര്യയായിട്ടൊന്നും ആരും കാണില്ല. അവിടെ ഇരിക്കുന്ന എല്ലാവരെയും നമസ്കരിച്ചുകൊണ്ട് ഞാൻ പറയണം, നമ്മളിപ്പോ ഇവിടെ ഒരു ജപയജ്ഞാണ് നടത്തിയത്. യജ്ഞം എന്ന് പറഞ്ഞാൽ എന്താ? സ്വാർത്ഥ താല്പര്യമില്ലാതെ ലോകോപകാരമായിട്ട് കുറെ ആൾക്കാര് കൂടിച്ചേർന്ന് നടത്തുന്ന പ്രവർത്തനമാണ് യജ്ഞം എന്ന് പറയാം. ഇവിടെ ഇപ്പൊ ഇങ്ങനൊരു യജ്ഞം നടത്തിയിട്ട് ഇത് നടത്തിയ ആൾക്കാർക്കൊന്നും വ്യക്തിപരമായിട്ട് വലിയ ലഭ്യതയൊന്നും ഉണ്ട് തോന്നുന്നില്ല. ഇതില് ചേർന്നതിന് എന്താ ഒരു ലോക നന്മയ്ക്കായിട്ട് സ്വാർത്ഥ ചിന്തയില്ലാതെ എല്ലാവരും കൂടി നടത്തുക എന്ന് പറയുമ്പോ എന്താ ഇതിന്റെ ലോക നന്മ? കുറെ നേരം നമ്മളെ മറന്ന് ആ ഈശ്വരനെ പറ്റി വിചാരിച്ചുകൊണ്ടും പറഞ്ഞുകൊണ്ടും ധ്യാനിച്ചുകൊണ്ടും ഇരുന്നു. ശബ്ദങ്ങൾക്കൊക്കെ അന്തരീക്ഷത്തില് അതിൻ്റെതായ സ്വാധീനവും ബലവും ഒക്കെ ഉണ്ടെന്നാണ്. നമ്മുടെ മക്കൾക്ക് എന്ത് കൊടുക്കണം, മക്കൾ എത്ര മണിക്ക് എഴുന്നേൽക്കണം എന്നൊക്കെ ഒരിക്കൽ കൂടി നമ്മൾ ഓർമ്മിച്ച ആ ആചാര്യയാണ്. നമുക്ക് നമ്മുടെ സ്നേഹം സമ്മാനിക്കാം. തീയതികളാണ് തീർച്ചയായിട്ടും നമ്മുടെ സ്നേഹമാണ് ഈ ടീച്ചർക്ക് സമ്മാനിക്കുന്നത്. ഈ നാമോത്സവത്തിന്റെ വേദിയിൽ ഇങ്ങനെ ഒരു ഗാനം പിറവിയെടുത്തതിന്റെ പുറകിൽ നമ്മുടെ സുബി മാഷുണ്ട്. അദ്ദേഹത്തിന്റെ കൂടെ സാന്നിധ്യത്തിലാണ് ഈ ശബ്ദം കൊണ്ട് നമുക്കത് നമ്മുടെ ഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ചത്. ടീച്ചർ നെന്മാറ സ്വദേശിയാണ്. നെന്മാറയിൽ നിന്നാണ്, നെന്മാറ കുരിശ്ശേരിയിൽ നിന്നാണ് രാവിലെ ഇവിടെ എത്തിയത്. എന്തായാലും നിങ്ങളെല്ലാം സ്നേഹം ടീച്ചർക്ക് സമ്മാനിക്കുകയാണ്. ഈ വേദിയിൽ പഞ്ചമൂർത്തി ക്ഷേത്രത്തിലെ മേൽശാന്തി ജാതി മത ഭേദമന്യേ വേദത്തെ സാർവത്രികമാക്കുവാനും
അത് പഠിക്കുവാനും ക്ഷേത്രത്തോട് ചേർന്ന് തന്നെ സാന്ദീപിനി സാധനാലയം എന്ന പേരിൽ വൈദിക പഠന ഗവേഷണ കേന്ദ്രം നടത്തുന്ന ആചാര്യനാണ് ശ്രീ ഡോക്ടർ ശ്യാം ചൈതന്യജി. വളരെ ആദരവോടുകൂടി ഈ നാമോത്സവം 2024 വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. നമസ്കാരം. പ്രത്യേകിച്ച് ഏഴാനിമംഗലം ക്ഷേത്രത്തിൽ 3ാമത്തെ തവണയാണ് ഇവിടെ എത്തിച്ചേരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രാങ്കണത്തിൽ നാമോത്സവം പരിപാടിയിൽ ഇവിടുത്തെ ഭാസ്കരപ്പൻ ജയേട്ടനും കമ്മിറ്റി ഭാരവാഹികളെല്ലാം വന്നപ്പോൾ പറഞ്ഞത് ഈ ക്ഷേത്രത്തെ എല്ലാവരിലേക്കും അറിയിക്കുക, ഈ ക്ഷേത്രത്തിൽ എല്ലാവരും എത്തിക്കുക എന്നുള്ള ആശയത്തുള്ളത്. അങ്ങനെയാണ് നാമസങ്കീർത്തനത്തിലൂടെയാണ് നമുക്ക് എല്ലാവർക്കും ഇവിടെ എത്താൻ സാധിച്ചത്. അത് തന്നെയാണ് നമുക്ക് ഏറ്റവും വലിയ പുണ്യം. ശ്രീമദ് ഭഗവത്ഗീത നമ്മളോട് പറഞ്ഞു, യജ്ഞസൃഷ്ടോ മൃതമുജ യാന്തി ബ്രഹ്മസനാതനം. അപ്പോൾ യജ്ഞസൃഷ്ടം ഭുജിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് മഹാഭാഗ്യമാണ്. അപ്പോൾ ഈ യജ്ഞത്തിൽ പങ്കാളിയാവാൻ എത്തിയൊരു വ്യക്തിയാണ്. കാരണം കഴിഞ്ഞ വർഷത്തിലാണ് പ്രസാദനെ പരിചയപ്പെടുന്നതും യജ്ഞേശ്വരം ക്ഷേത്രത്തിൽ അവിടെ ചെന്ന് ആ ഹിന്ദു സമ്മേളനത്തിൽ പങ്കെടുക്കാൻ സാധിച്ചതും അവിടെ 2 വാക്ക് പറയാൻ സാധിച്ചതും അതിനുശേഷം ആനിക്കോട് അഞ്ചുമൂർത്തി ക്ഷേത്രത്തിൽ കഴിഞ്ഞ ജൂലൈ മാസത്തിൽ നടന്ന ഹരിനാമ കീർത്തനത്തിൽ ഇവിടുത്തെ ഒട്ടനവധി ആൾക്കാർ അവിടെ എത്തിച്ചേർന്ന ആൾക്കാരാണ്. ആ ക്ഷേത്രത്തിലെ ശാന്തിക്കാരനായിട്ട് ഇന്ന് പൊന്നാട അണിയിച്ച് ഈ വേദി ആദരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ സഹധർമ്മിണി ശ്രീമതി ശ്രുതി ശ്യാംജി, വേദിയിൽ ആചാര്യസ്ഥാനത്തുള്ള വളരെ പ്രിയപ്പെട്ട ശ്രീമതി ശ്രുതി ശ്യാം ആധ്യാത്മിക പ്രഭാഷണ വേദികളിൽ, പഠന വേദികളിൽ, പ്രത്യേകിച്ച് ഭാഗവതം പോലെ അതിമഹത്തരമായിട്ടുള്ള ശ്രീമദ് ഭഗവത്ഗീതയെ സർവ്വസാധാരണക്കാർക്ക് പരിചയപ്പെടുത്തിക്കൊണ്ട് ഇന്ന് ആധ്യാത്മിക വേദികളിൽ നിറസാന്നിധ്യമാണ് ശ്രീമതി ശ്രുതി ശ്യാം. നമ്മുടെ ആചാര്യൻ ഡോക്ടർ ശ്യാംജിയുടെ സഹധർമ്മിണി കൂടിയാണ്. വളരെ സ്നേഹത്തോടു കൂടി, ഒരു നിറഞ്ഞ കൈയോടുകൂടി കൂടി നമുക്ക് അവരെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ശ്രീ ഏനാനിമംഗലം ശിവക്ഷേത്ര സന്നിധിയിൽ സന്നിഹിതരായ ഈ നാമോത്സവത്തിൽ പങ്കെടുക്കുവാൻ എത്തിച്ചേർന്ന എല്ലാവർക്കും എൻ്റെ പ്രണാമങ്ങൾ. ഗുരുവാണിയിൽ എന്താണ് പറയേണ്ടത് എന്നുള്ളത് ഇപ്പോൾ നമ്മുടെ മുൻപേ കടന്നുപോയ ഗുരുക്കന്മാരെല്ലാവരും പറഞ്ഞു. ഇവിടെ പരിചയപ്പെടുത്തി ഞാൻ ആനിക്കോട് അഞ്ചുമൂർത്തി ക്ഷേത്രം സാധനാ മാതൃസമിതിയുടെ നേതൃത്വത്തിലാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ഞങ്ങളവിടെയും മനോഹരമായി ഒഴുകുന്ന ഈ കുന്തിപ്പുഴയെ പോലെ തന്നെ അതിൻ്റെ ഭാഗവാക്കായ ഒരു നദിയുണ്ട്, നീളാനദി, ഭാരതപ്പുഴ, ശോകനാശിനി എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്നത്. അവിടെ എഴുതി വെച്ചൊരു വാക്കാണ് എനിക്കിപ്പോൾ ഇവിടെ ഈ നദീതീരവും ക്ഷേത്രവും ഒക്കെ കാണുമ്പോൾ ഓർമ്മ വരുന്നത്. അവിടെ എഴുതി വെച്ചത് ഇങ്ങനെയാണ്: പുഴ ധ്യാനിച്ചു നിൽക്കുന്ന, പ്രകൃതി പ്രാർത്ഥിച്ചു നിൽക്കുന്ന ഒരിടം, ഇത് കാലാതീതമായ ശാന്തിയുടെ ഇരിപ്പിടം. അതുതന്നെ നമ്മുടെ കുന്തിപ്പുഴയെ നോക്കി, ഈ ക്ഷേത്രത്തെ നോക്കി ആ ഒരു ശാന്തിയാണ് നമ്മൾ ഇത്ര നേരം നമ്മുടെ നാമജപത്താൽ നമ്മുടെ ഉള്ളിലേക്കൊക്കെ സ്വീകരിക്കും. സ്നേഹം സമ്മാനിക്കാം. വേദിയിലിരിക്കുന്ന ആദരണീയരും എന്റെ മുന്നിലിരിക്കുന്ന നിങ്ങളോട് എൻ്റെ വിനീതമായ നമസ്കാരം. ആദ്യമായി ഞാൻ എന്നെ പരിചയപ്പെടുത്താം.
എന്ന് പറയുന്ന ഞാനൊരു പ്രസ്ഥാനത്തിന്റെ പ്രതിനിധിയായിട്ടാണ് വിവരിക്കുന്നത്. ക്ഷേത്രദർശൻ എന്ന് പറയുന്ന ഒരു ആധ്യാത്മിക പ്രസ്ഥാനം. അത് 2011 മുതൽ ഈ ആധ്യാത്മിക പ്രവർത്തനങ്ങൾ പല ജില്ലകളിലായിട്ട് മുന്നോട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. ഈ ക്ഷേത്രദർശന്റെ ചെയർമാൻ എന്ന് പറയുന്നത് മൂകാംബിക ക്ഷേത്രത്തിലെ നരസിംഹ അടികളാണ്. അതിന്റെ ജനറൽ സെക്രട്ടറി എന്ന് പറയുന്നത് നമ്മുടെ മൂകാംബിക ക്ഷേത്രത്തിലെ സുബ്രഹ്മണ്യ അടികൾ, ബദരീനാഥ ക്ഷേത്രത്തിലെ റാവൽജി ഈശ്വര പ്രസാദ്. നമ്മൾ ആദ്യമായിട്ട് ഇവരെ പരിചയപ്പെടുന്നത് പാലക്കാട് വെച്ച് നടന്ന കദളീവനത്തിൽ വെച്ച് നടന്ന പ്രോഗ്രാമിലാണ്. യാദൃശ്യ പരിചയപ്പെട്ടു വന്നപ്പോൾ എൻ്റെ തിരുവനന്തപുരത്തെ ഓഫീസ് ഇവരുടെ വീടിൻ്റെ തൊട്ടടുത്താണ്. അവിടെ ഒരു മഹാദേവ ക്ഷേത്രമുണ്ട്, വളരെ പഴക്കമുള്ള ഒരു ക്ഷേത്രം. ആ ക്ഷേത്രത്തിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ആൾക്കാർ അത്ഭുതപ്പെട്ടു പോയി. അതുപോലെ കന്യാകുമാരിയിൽ ഒരു ദേവീ മഹാത്മ്യ പാരായണം നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു. അതിന് മുഴുവൻ കാര്യങ്ങളും ചെയ്തു തരാൻ നിയുക്തരായിട്ടുള്ള ആളായിരുന്നു ഇവർ. ഇവരെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ദേവീ മഹാത്മ്യം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ആണ് ആ യോഗം വെച്ചിരുന്നത്. അന്ന് അവിടേക്ക് ശ്യാംജി വിളിച്ചിട്ടാണ് നമ്മൾ എത്തിയത്. അപ്പോൾ നിയോഗം നോക്കൂ, വീണ്ടും ഇവിടെ ഒരു വേദിയിൽ അവരെ ആദരിക്കാനുള്ള ഒരു ഭാഗ്യം നമുക്കുണ്ടായി. എത്ര എഫേർട്ട് എടുത്തിട്ടാണ് നമ്മളൊക്കെ ഇപ്പോൾ ചിന്തിക്കണ്ടാവും. വീട്ടിൽ പോയിട്ട് വേണമെങ്കിൽ ഇപ്പം മെഴുക്ക് പറ്റി ഉണ്ടാക്കാന്നുള്ളതാണ് നമ്മുടെ വിഷമം. അവരുടെ വീട് എവിടെയാണെന്ന് ആലോചിക്കുക. എത്ര ഉന്നതമായ കർമ്മങ്ങളെ ചെയ്തു വരുന്ന ആൾക്കാരാണെന്ന് ചിന്തിക്കുക. അവർക്കൊക്കെ ഈ കുടുംബമുണ്ട്, അതിൻ്റെ ഇടയിലാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ നമ്മുടെ പരിമിതികളിൽ കുടുങ്ങി പോകരുത്. ഇങ്ങനെയുള്ള ആളുകളെ നമ്മൾ ഫോളോ ചെയ്യണം, അവരെ പിന്തുടരണം, മാതൃകയാവണം. മാതൃത്വമാണ് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. അതെ, ഇനി ബാക്കിയുള്ളത് നമ്മുടെ കയ്യടിയാണ്. അതെ, നമ്മുടെ സ്നേഹം ഇങ്ങനെ കയ്യടികളായിട്ട് നമുക്ക് നൽകാൻ സാധിക്കുമ്പോഴാണ് നമ്മൾ ഒന്നായി തീരുക. വളരെ അഭിമാനത്തോടു കൂടി ഈ വേദിയിൽ പരിചയപ്പെടുത്തുന്നു ശ്രേഷ്ഠാചാര്യ പുരസ്കാരം നേടിയ ശ്രീമതി സുമംഗല പട്ടാമ്പി. സുമംഗല ചേച്ചിയെ വളരെ സ്നേഹത്തോടു കൂടി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യണം. കസിതോല്ലാസം സുനാമസാകുടം മകരാഭകുണ്ടലയുഗം കണ്ഠോജ്വലകൗസ്തുഭം തുദ്രൂപം വനമാല്യഹാരപടല ശ്രീവത്സദീപം ഭജേ. വേദിയിലിരിക്കുന്ന ശ്രേഷ്ഠ ആചാര്യമാർക്കും നമ്മുടെ ആചാര്യൻ ഡോക്ടർ ശ്രീ പ്രസാദ് പുളിക്കൽ, അതുപോലെ സദസ്സിലിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും സാദര നമസ്കാരം. ഭട്ടതിരിപ്പാടിന്റെ ശ്രീമനാരായണീയത്തിലെ 2ാമത്തെ ദശകത്തിലെ 1ാമത്തെ ശ്ലോകമാണ് ഇപ്പൊ ഇവിടെ ചൊല്ലിയത് എന്ന് നാരായണീയം പാരായണം ചെയ്യുന്ന എല്ലാ അമ്മമാർക്കും അറിയാവുന്നതാണ്. ആ ഭഗവാന്റെ സുന്ദര സ്വരൂപത്തോടു കൂടിയിട്ട 1ഉം 2ഉം ശ്ലോകങ്ങളിലാണ് ഭഗവാന്റെ ആ സ്വരൂപം വർണ്ണിച്ചത്. ആ ഭഗവാന്റെ 1000 നാമങ്ങളാണ് നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച് ഇവിടെ വിഷ്ണു സഹസ്രനാമം, അതേ തുടർന്ന് തുഞ്ചത്തെഴുത്തച്ഛന്റെ ഹരിനാമ കീർത്തനം നമുക്ക് പാരായണം ചെയ്യാനുള്ള ഒരു അവസരം ഇവിടെ കൈവന്നത്. അതിനായി ഇവിടെ നമ്മള് ഈ ഒരു കാര്യം നമ്മൾ മനസ്സിൽ ആലോചിക്കുമ്പോൾ ഈ ഒരു പരിപാടി പയ്യനേടം മഹാദേവ ക്ഷേത്ര സന്നിധിയിൽ ഒരുക്കണം എന്ന ആലോചന തുടങ്ങിയ കാലം മുതൽക്ക് നമ്മുടെ ആചാര്യന്റെ ഒരു ശ്ലോകം പോലെ പലതം പറഞ്ഞു പകൽ കളയുന്ന നാമുത തിരുനാമ കീർത്തനമിതതിനായി അലിയായ കാലമതിരതുകൊണ്ടു മോക്ഷഗതി പുഹരി നാരായണ. നമ്മുടെ ആചാര്യ ഭാഗവതാചാര്യ ഇവിടെ സൂചിപ്പിച്ചു,
നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കരികാലത്ത് നാമജപമാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. പക്ഷെ ഇന്ന് എത്ര വീടുകളിൽ അല്ലെ എത്ര ക്ഷേത്രാങ്കണത്തിൽ നടക്കുന്നു എന്നുള്ളത് നമ്മളെപ്പോലുള്ളവർ തിരിച്ചറിയേണ്ടതാണ്. പലരുടെയും ഒരു ധാരണ എന്തിന് ഇത്ര ചെറുപ്പത്തിൽ കുട്ടികളൊക്കെ നമ്മുടെ ക്ഷേത്രത്തിലേക്ക് ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങളിലേക്കോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ശ്രദ്ധ ചെലുത്തുമ്പോൾ വീട്ടുകാരോ അല്ലെങ്കിൽ കുറച്ച് ഇതിനോട് താല്പര്യമുള്ള ആളുകളെ ചോദിക്കുന്നത് ഇത്ര ചെറുപ്പത്തിൽ അതിലേക്ക് ആവശ്യമുണ്ടോ? കുട്ടികൾക്ക് ഇപ്പൊ അതിനുള്ള സമയമായിട്ടില്ല, കുറച്ചും കൂടി പ്രായമായിട്ട് പോരെ, ആ വയസ്സാം കാലത്ത് പോരെ എന്നുള്ളൊരു ധാരണയിലാണ് അതൊക്കെ ചോദിക്കുന്നത്. പക്ഷെ ഇതിന് യാതൊരു പ്രായപരിധിയില്ല. നമ്മുടെ ജന്മം എടുക്കുന്നത് തന്നെ എന്തിനു വേണ്ടിയിട്ടാണ്? അനേക ജന്മങ്ങൾക്ക് ശേഷമാണത് മനുഷ്യജന്മം ലഭിക്കുന്നത്. പുരാണങ്ങളിലൊക്കെ അങ്ങനെയാണല്ലോ പറയുന്നത്. ഇവിടെ ധാരാളം സപ്താഹങ്ങളും നവാഹങ്ങളും ഒക്കെ കേട്ട അമ്മമാരാണ് ഇരിക്കുന്നത്. അപ്പൊ കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല. ആ മനുഷ്യജന്മം കിട്ടിക്കഴിഞ്ഞിട്ട് നമ്മളത് വേണ്ട രീതിയിൽ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, ധാർമ്മികമായുള്ള ചിന്തയോട് കൂടിയിട്ട് മറ്റു യുഗങ്ങളിലേതുപോലെ നമുക്ക് യജ്ഞങ്ങളും യാഗങ്ങളും ചെയ്തതിനേക്കാൾ ഏറ്റവും പ്രാധാന്യമുള്ളത് നാമജപ യജ്ഞമാണ് എന്ന് എല്ലാ പുരാണങ്ങളിലും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായി ഇവിടെ ഈ ഒരു നാമ മഹോത്സവം സംഘടിപ്പിക്കാനായിട്ട് ഒരുങ്ങിയ കാലം മുതൽക്ക് എന്നാണോ മനസ്സിൽ നമ്മുടെ ഈ പ്രദേശത്തുള്ളവരുടെയും നമ്മുടെ ആധാരന്റെയൊക്കെ മനസ്സിൽ അങ്ങനെ ഒരു ആശയം കൈവന്നവർക്ക് ഇവിടെയുള്ള പയ്യനേടം മഹാദേവ ക്ഷേത്ര സമിതിയിലെ മാതൃസമിതി അംഗങ്ങളും ക്ഷേത്ര ഭാരവാഹികൾ, ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളും അതുപോലെ ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ മാതൃസമിതി അംഗങ്ങളും എല്ലാവരും നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വാക്കുകളിലൂടെ അനാവശ്യമായി ചെലവഴിച്ചുകൊണ്ടിരിക്കെ നാമജപത്തിന് വേണ്ടിയിട്ട് ഒരു നാമ മഹോത്സവമായിട്ട് സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് രാവും പകലും മനവും ധനവും ശരീരവും ഒരുമിച്ച് നമ്മുടെ ആചാര്യം പറയുന്നതുപോലെ ധനാദികളാൽ പല തരത്തില് ഇവിടേക്ക് സംഭാവനയും സമർപ്പണവും ആത്മസമർപ്പണവുമായി ചെയ്തതിന്റെ ഫലമായിട്ടാണ് ഇന്ന് വളരെ കുറച്ച് എത്രത്തോളം എഫേർട്ട് അതിന്റെ പിന്നിലുണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കാരണം കഴിഞ്ഞ വർഷം യജ്ഞേശ്വരം ക്ഷേത്രത്തിൽ ആദ്യമായിട്ട് പ്രസാദ്ജിയുടെ നേതൃത്വത്തിൽ ഹരിനാമ കീർത്തനവും അതേപോലെ വിഷ്ണു സഹസ്രനാമവും സംഘടിപ്പിച്ചപ്പോൾ അതിന് എത്രത്തോളം എഫേർട്ട് എടുത്തിട്ടാണ് അത് അങ്ങനെ ഒരു വേദി അവിടെ സംഘടിപ്പിക്കാൻ സാധിച്ചത് എന്ന് നന്നായിട്ട് അറിയാവുന്ന വ്യക്തികൾ കുറച്ചുപേര് ഞങ്ങളോടുണ്ട്. അതേ തുടർന്ന് അതിനുശേഷം കിളിക്കുന്നാവ് ആനിക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ അദ്ദേഹത്തിന്റെ നേതൃത്വത്തില് നേരത്തെ പറഞ്ഞു അവിടെ ലളിതാ സഹസ്രനാമ അർച്ചനയാണ് ചെയ്തത്. അപ്പൊ ഓരോ നാമോത്സവവും അല്ലെങ്കിൽ നാമാർച്ചനയും നടക്കുന്നതിന് പിന്നില് ആ നാട്ടുകാരുടെയും മാതൃസമിതിയുടെയും ക്ഷേത്ര അംഗങ്ങൾ, ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളുടെയും അകമഴിഞ്ഞ അർപ്പണ മനോഭാവം നമ്മൾ കാണുമ്പോൾ വിചാരിച്ചു ഒരേ യൂണിഫോമിൽ എല്ലാവർക്കും ഇരുന്ന് കുറച്ച് സമയം നാമം ചൊല്ലാൻ നമുക്കൊന്ന് പോയി പങ്കെടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ആ പങ്കെടുക്കുന്നവർക്കും അത് സംഘടിപ്പിച്ചവർക്കും എത്രയധികം പുണ്യമാണ് നമ്മൾ സ്വരൂപിച്ച് വെക്കുന്നത് എന്നുള്ളത് നമുക്ക് ഇതേപോലെ ഇനി ഓരോ സന്ദർഭങ്ങളിലും ഇപ്പൊ അവിടെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ആനിക്കോട് അവിടെയും ആ ക്ഷേത്ര സന്നിധിയിൽ ഞങ്ങൾക്ക് പങ്കെടുക്കാൻ സാധിച്ചു. അതിനു മുമ്പായിട്ട് നമ്മുടെ ശ്യാംജിയുടെ നേതൃത്വത്തിൽ സംസ്കാരം അവിടെ ഹരിനാമ കീർത്തനമല്ല ഹരിവരാസനം പാരായണം ചെയ്യാൻ സാധിച്ചു. ഇപ്പൊ അതാ തുടർന്ന് ഇവിടെ അതേപോലെ ഇനി പാലക്കാട് ആധ്യാത്മികതയുടെ ഭാഗമായിട്ട് പാലക്കാട് ഏപ്രിൽ 1-ാം തീയതി നടക്കുന്ന മഹോത്സവത്തിലേക്ക് നമുക്ക് എല്ലാവർക്കും കേരളത്തിൽ നിന്നും മറ്റെല്ലാ ജില്ലകളുടെയും ആതിഥേയരാവാനുള്ള ഭാഗ്യം നമുക്കുണ്ടാവട്ടെ. കാരണം സുഹൃതം ചെയ്തവർക്ക് മാത്രം, പുണ്യം ചെയ്തവർക്ക് മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണ്. നമുക്കറിയാം മനസ്സൊരുക്കി ഇവിടേക്ക് എത്താൻ സാധിക്കുന്നില്ലല്ലോ എന്ന് ഓർത്ത് ഒരുപക്ഷെ നമ്മുടെ പരിപാടികളിലേക്ക് ലൈവ് കണ്ട് അതിൽ സംതൃപ്തരാകുന്ന ഒരുപാട് അമ്മമാര് ഈ നാട്ടിലുള്ളവരും പല ദേശത്തുള്ളവരും ഉണ്ട് എന്ന് നമുക്കറിയാം. അപ്പൊ അതുകൊണ്ട് അവർക്ക് എല്ലാവർക്കും ഈ ഒരു നാമോത്സവത്തിൽ പങ്കെടുത്തതിന്റെ പുണ്യം അവർക്ക് ലഭിക്കട്ടെ. പിന്നെ നേരത്തെ പറഞ്ഞൊരു കാര്യം, അതായത് പ്രായമായവർക്ക് മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ചെയ്യാൻ പാടുള്ളൂ. കണ്ണിന് കാഴ്ച കുറഞ്ഞ് കാലിന് ശക്തി കുറഞ്ഞ് ക്ഷേത്രത്തിലേക്ക് പോകാനോ നാമം ജപിക്കാൻ നാവ് പൊങ്ങാതെയുള്ള ഒരു കാലം വന്നതിന് ശേഷം അയ്യോ എനിക്ക് അന്ന് ചെയ്യാമായിരുന്നു എന്ന് ചിന്തിച്ചിട്ട് കാര്യമില്ല. അതിന് ഉദാഹരണമാണ് നമ്മുടെ മുന്നിലിരിക്കുന്ന ശ്യാംജി, അദ്ദേഹത്തിന്റെ പത്നി ശ്രുതി ശ്യാം, നമ്മുടെ കത്തരസികൻ ആചാര്യൻ പ്രസാദ് പുളിക്കൽ, അദ്ദേഹത്തിന്റെ ഭാര്യ സൗമ്യ, ഇവരൊക്കെ നമ്മുടെ ഋഷീശ്വരന്മാരെല്ലാം തന്നെ പുരാണങ്ങളിൽ നമ്മൾ പറയുമ്പോൾ അതായത് അവരൊക്കെ കുടുംബ ബന്ധം നിലനിർത്തി കൊണ്ടുപോകുന്നവരായിരുന്നു. ആരും സന്യാസികളായിട്ടോ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഒരു ഗുഹയിൽ ചെന്നിട്ട് നാമം ജപിച്ചിട്ടോ അല്ല അവര് മോക്ഷം നേടിയതും. അതുപോലെ സമൂഹത്തിന് നല്ല നല്ല കാര്യങ്ങളും അവർ പറഞ്ഞു കൊടുക്കുന്നത് എങ്ങനെയാണ്? കുടുംബത്തോടു കൂടിയിട്ട് തന്നെയാണ്. അത് ധാരാളം മഹർഷിമാരുടെ കുടുംബങ്ങളെ നമുക്ക് പുരാണങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ സാധിക്കും. അതുകൊണ്ട് ഇങ്ങനെയൊരു നാമ മഹോത്സവത്തിന്റെ ഭാഗമാകാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷം.
ഇന്ന് നവംബർ 10-ാം തീയതി, അടുത്ത ഡിസംബർ 10-ാം തീയതിയാണ് പുരി ജഗന്നാഥ ക്ഷേത്രത്തിൽ വെച്ചിട്ട് അവിടെ നാരായണീയത്തിന്റെ പേരിൽ ശ്രേഷ്ഠാചാര്യ പുരസ്കാരം എനിക്ക് ലഭിക്കാൻ പോകുന്നതേ ഉള്ളൂ. ആ ഒരു സന്തോഷം കൂടി എല്ലാവരെയും അറിയിക്കുകയാണ്. ഭഗവാന്റെ അനുഗ്രഹമുണ്ട്. ഭഗവാൻ എവിടേക്കോ കൊണ്ടുപോകുന്നു എന്ന് മാത്രമേ പറയാനുള്ളൂ. 7 വർഷം മുമ്പ് അയോധ്യയിൽ ഇതേപോലെ ഒരു രാമായണ പാരായണത്തിന് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തും ഒരാൾക്കാണ് ആ വേദിയിൽ രാമായണ പാരായണം ചെയ്യാൻ അവസരം ഉണ്ടായിരുന്നത്. അതിൽ കേരളത്തിന് നമ്മുടെ തുഞ്ചത്തെഴുത്തച്ഛന്റെ അധ്യാത്മ രാമായണം കിളിപ്പാട്ട് പാരായണം ചെയ്യാൻ ഭഗവാൻ എന്തോ എന്നെയാണ് തെരഞ്ഞെടുത്തത്. ഇന്ന് നാരായണീയത്തിന്റെ പേരിൽ രാമായണത്തിന്റെ പേരിൽ അന്ന് അയോധ്യയിലേക്കായിരുന്നുവെങ്കിൽ നാരായണീയത്തിന്റെ പേരിൽ ഇന്ന് പുരി ജഗന്നാഥ ക്ഷേത്രത്തിലേക്കാണ് ഭഗവാൻ കഴിഞ്ഞു വെച്ച് കൊണ്ടുപോകുന്നത്. ഭഗവാൻ എവിടേക്കൊക്കെ കൊണ്ടുപോകണോ അവിടേക്ക് കൂടെ പോവുക എന്ന് മാത്രമാണ് എന്റെയും എന്റെ കുടുംബത്തിന്റെയും ഊർജം, ശക്തി എന്ന് പറയുന്നത്. എന്റെ ഭർത്താവാണ് ഇവിടെ നിൽക്കുന്നത്. അമ്മ, അച്ഛൻ, അമ്മയുടെ അനിയത്തി എല്ലാവരും കൂടെ വന്നിട്ടുണ്ട്. ഞങ്ങൾ ഏതൊരു ആധ്യാത്മിക പരിപാടിക്ക് പോകുമ്പോഴും കുടുംബ അടക്കമാണ് പോകാറുള്ളത്. അച്ഛന് 96 വയസ്സ് കഴിഞ്ഞു. ഭഗവാന്റെ അനുഗ്രഹമുണ്ട്. ആരോഗ്യപരമായിട്ട് ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്നുള്ളതാണ് മഹാഭാഗ്യം. അതുകൊണ്ട് ഇതുപോലെ തുടരണേ എന്ന് മാത്രമാണ് ആഗ്രഹിക്കുന്നത്. എന്തായാലും ഇങ്ങനൊരു മഹോത്സവത്തിന്റെ ഭാഗമാക്കാൻ കഴിയുന്നത് വളരെയധികം സന്തോഷം. ഈ മതസമിതി അമ്മമാർക്കും അതുപോലെ പരിപാടി സംഘടിപ്പിച്ച എല്ലാ മഹത് വ്യക്തികൾക്കും ഇവിടെ ഇരിക്കുന്ന എല്ലാ ശ്രേഷ്ഠ ആചാര്യന്മാരും എല്ലാവരുടെയും പാദങ്ങളിൽ മനസ്സാ നമസ്കരിച്ചുകൊണ്ട് സമർപ്പിക്കുന്നു. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ തസ്മാത് കാരുണ്യഭാവേന രക്ഷ മഹേശ്വര. വിളക്കം നോക്കി. അടുത്തതായിട്ട് നമുക്ക് ഞാൻ യഥാർത്ഥത്തിൽ ഇവിടെ എത്തിയത് അവിടെ എത്തണം പറയുന്നത് കേൾക്കാനും വേണ്ടിയിട്ടാണ്. ആരൊക്കെയോ എന്നെ ഇവിടെ വലിച്ച് കയറ്റി ഇപ്പോൾ ഇതിന് മുമ്പിലുമില്ല. എന്താണ് പറയേണ്ടതെന്ന് ഞാൻ അറിയില്ല. ഞാൻ പറയാൻ വേണ്ടി വന്നതല്ല, കേൾക്കാൻ വേണ്ടി വന്നതാണ്. പിന്നെ ഞാൻ ആലോചിച്ച് നോക്കി എന്താണ് ഇവിടെ എത്താൻ കാരണം നോക്കി. ഇപ്പോൾ ഞാൻ 5ാം ക്ലാസ് വരെ പഠിച്ച് കൊമ്പഴ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. 4 കിലോമീറ്ററാണ്. അപ്പോൾ അവിടെ മുത്തശ്ശനും അച്ഛനും, മുത്തശ്ശൻ പ്രതാപവാനായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരു ഭക്തരോട് എന്നാൽ എല്ലാ നിയമകാര്യങ്ങളും അറിയുവാണ്. മിക്കവാറും കോടതിയിലാണ് കേസിൽ മുട്ടൊക്കെ ധാരാളമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു കർക്കശ സ്വഭാവമുള്ള ഒരു മുത്തശ്ശൻ. പക്ഷെ മുത്തശ്ശൻ വലിയ ഭക്തനായിരുന്നു. എല്ലാ മാസവും ഗുരുവായൂർ പോകും. ഞങ്ങളെ നിർബന്ധിച്ച് സന്ധ്യയ്ക്ക് നാമം ജപിക്കും. അപ്പോൾ ഞാനാണ് വൈകുന്നേരം സൂര്യാസ്തമനം കഴിഞ്ഞു കഴിഞ്ഞാൽ വിളക്ക് പുറത്തി ഗുരുവായൂരത്തെ അങ്ങനെയൊന്നും കഴിക്കാൻ, ക്ഷീണിക്കാൻ പാകത്തിന് കഴിക്കാൻ പാടില്ല കേട്ടോ. നമ്മള് ഇപ്പൊ പരിചയപ്പെട്ട എല്ലാ വ്യക്തിത്വങ്ങളും ശ്രേഷ്ഠരാണ്. പക്ഷെ നമുക്ക് വാത്സല്യത്തിന്റെ കാര്യം പറയുമല്ലോ. എൻ്റെ അരുമ ശിഷ്യനാണ്. ഞാൻ സുഖേട്ടാന്നാ വിളിക്കുക, എന്നെ പ്രസാദേട്ടാണ്. ഈ തത്വരസികൻ എന്ന് എന്നെ വിളിച്ചത് ഇവരാണ്. പാവക്കോണം കുമരനെല്ലൂർ കാത്യായനി ഭഗവതി ക്ഷേത്രത്തിൽ നിന്നാണ് ആദ്യമായിട്ട്. ഏകദേശം ഒരു 8 കൊല്ലമൊക്കെ ആയിട്ടുണ്ടാവും ആ സമയത്ത് എന്നെ തത്വരസികൻ എന്ന് വിളിച്ചത്. അത് മാത്രമല്ല കേട്ടോ, അന്ന് മുതലേ ആ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും എൻ്റെ ശിഷ്യരാണ്. അതായത് 8 വയസ്സുള്ള മകൻ മുതൽ മൂത്ത കാർന്നവരായിട്ടുള്ള ആള് വരെ മന്ത്രദീക്ഷ വാങ്ങിയിട്ടുള്ള ആളാണ്. വേറൊരു ഫാമിലിയും കൂടി ഇവിടെ. നമസ്കാരം. എൻ്റെ മുന്നേ സംസാരിച്ചവരൊക്കെ തന്നെ എന്നേക്കാൾ ശ്രേഷ്ഠരായതുകൊണ്ട് തന്നെ അവരെക്കാൾ കൂടുതൽ ഒന്നും പറയാൻ എനിക്കില്ല. കാരണം എന്തെങ്കിലും അതിൽ കൂടുതൽ പറയാൻ തരത്തിലൊരു അറിവുള്ള അത്തരത്തിലൊരു പ്രാപ്തനല്ല ഞാൻ. നേരത്തെ പ്രസാദേട്ടൻ സൂചിപ്പിച്ച പോലെ എൻ്റെ ഗുരുവിൽ നിന്ന് കിട്ടിയ ഊർജത്തിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെ എഴുതി തുടങ്ങി. അദ്ദേഹം നന്നായി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ മറ്റുള്ളവരിലേക്ക് അയച്ചു കൊടുത്തു. അങ്ങനെ അതൊരു വലിയ കഴിഞ്ഞ 2 ആഴ്ച മുന്നേ ജ്ഞാനാംബിക പുരസ്കാരം എന്ന് പറഞ്ഞ് ചോറ്റാനിക്കര ദേവി സന്നിധിയിൽ നിന്ന് ഈ വർഷത്തെ ഗാനരചയിതാവിനുള്ള അവാർഡ്
കേരള നിയമസഭാ സെക്രട്ടറി ഡോക്ടർ കൃഷ്ണകുമാർ സാറിൽ നിന്ന് വാങ്ങാനുള്ള ഒരു അനുഗ്രഹം അല്ലെങ്കിൽ സന്തോഷം അതെല്ലാം ഗുരുവിൻ്റെ കാൽക്കൽ അർപ്പിക്കുകയാണ്. എനിക്ക് ഇങ്ങനെ ഒരു പ്രാർത്ഥന എഴുതണം എന്ന് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തും കൂടി ഇവിടുത്തെ ചെയർമാൻ കൂടിയായിട്ടുള്ള പ്രകാശ് ചേട്ടൻ എന്നോട് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ വലിയ ഒരു തത്വമായിരുന്നു, മനസ്സാണ് ഈശ്വരൻ. ആ മനസ്സുണർത്തിയാൽ നമുക്ക് ഈശ്വരനെ കാണാൻ സാധിക്കും. ആ മനസ്സിലെ നന്മകളാണ് ഈശ്വരൻ. അതെ, നന്ദിയില്ലാതെ ശിവനില്ല എന്ന് ഞാൻ ക്ലാസ്സുകളൊക്കെ പറയാറുണ്ട്. കേട്ടിട്ടുണ്ടോ നിങ്ങൾ? നന്ദിയില്ലാതെ ശിവനില്ല എന്ന് പറയും. എന്ന് പറഞ്ഞാൽ എന്താ? ശിവൻ എന്ന് പറഞ്ഞാൽ മംഗളം എന്നൊരർത്ഥമുണ്ട്. വേഗം നിർത്താട്ടോ, നിങ്ങൾ ആദരവിന്റെ ഭാഗമായിട്ട് എഴുന്നേറ്റൂല്ലേ? ഓക്കെ, കഴിഞ്ഞല്ലോ എന്നുള്ള ആശ്വാസം കൊണ്ടാണ്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു വാക്കാണ്, നമ്മൾ ജീവിതത്തിൽ മറക്കാൻ പാടില്ലാത്ത ഒന്ന്. അതായത് നന്ദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് പുരാണത്തിലെ കഥ എടുത്തു കഴിഞ്ഞാൽ ശിവന്റെ വാഹനമായിട്ടാണ് നമ്മൾ നന്ദിനെ കാണുന്നത്. പക്ഷേ നന്ദി അല്ലെങ്കിൽ ആ വാഹനം എന്താണെന്ന് ആ കഥയിൽ നിന്ന് മാറി ചിന്തിക്കണം. കൃതജ്ഞത ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു പാർട്ടാണ്. ധർമ്മം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. പുരാണത്തില് ഉടലോടെ സ്വർഗത്തിലേക്ക് പോയ ആൾക്കാരുടെ കഥയൊക്കെ എടുക്കാം. അപ്പൊ അതിന്റെ കൂടെ എടുത്തു കഴിഞ്ഞാൽ ഒന്ന് ധർമ്മപുത്രരാണ് കേട്ടോ. ധർമ്മപുത്രരുടെ കൂടെ ഒരു ജീവി ഉണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ കഥ? ആരാത്? നായ. അപ്പൊ ധർമ്മത്തിന്റെ കൂടെ നന്ദിയും കൂടി. ആ ധർമ്മം എന്താ പറഞ്ഞത്? ശരി, അങ്ങ് വരൂ, ശ്രേഷ്ഠനാണ്, അങ്ങേക്ക് ആ സ്വർഗത്തിന്റെ വാതിൽ തുറന്നിരിക്കുന്നു പറഞ്ഞപ്പോൾ ഞാൻ വരില്ല. എന്റെ കൂടെ അന്ന് മുതൽ കൂടിയതാണ്. ബാക്കിയുള്ളവരൊക്കെ പോയി, ഇല്ലേ, വീണുപോയി. പക്ഷേ അത് അപ്പോഴും കൂടെ വന്നു. ഒന്നും പ്രതീക്ഷിച്ചല്ല വന്നത്. അതെന്തായിരുന്നു? ഒരു ശ്വാനനാണ്. അപ്പൊ വിളിച്ചോളൂ, നായാന്നോ പട്ടീന്നൊക്കെ പുറത്തേക്ക് ഇറങ്ങി വിളിച്ച വിവരം അല്ലേ? ഒരു ശ്വാനനായിരുന്നു. ഈ നായ എന്തിന്റെ പ്രതീകമാണെന്നറിയോ? നന്ദിയുടെ പ്രതീകമാണ് കേട്ടോ. അതായത് ധർമ്മത്തിന് പോലും സ്വർഗം കിട്ടണമെങ്കിൽ അതിന്റെ കൂടെ എന്ത് വേണം? നന്ദി വേണം. അപ്പോ ഒരു നന്ദി പറയാതെ ഞാൻ ഈ ആദരവ് സ്വീകരിച്ചാല് എന്തായിത്തീരുന്നത്? ഒന്ന് മംഗളല്ലാതെ ആയിപ്പോ. അതുകൊണ്ട് ആ പാട്ട്, സിനിമാ പാട്ട് ഓർമ്മ വരും. നന്ദി ആരോട് ഞാൻ ചൊല്ലേണ്ടു അല്ലേ? സത്യത്തിൽ നന്ദി ചൊല്ലിക്കൊണ്ട് അവസാനിപ്പിക്കാൻ പറ്റുന്ന ഒന്നല്ല എന്നിൽ അർപ്പിതമായത്. ഒരു വാക്കുകൊണ്ട് അതിനെ അവസാനിപ്പിക്കാൻ എനിക്ക് സാധിക്കും. ഒന്നുമല്ലാത്ത, ഒന്നും ആകുമായിരുന്നില്ലാത്ത ആചാര്യനൊക്കെ വിളിക്കുന്ന ഒരുപാട് പേരുണ്ട്. എനിക്കത് പേടി തോന്നും. ഇപ്പൊ ഈ കാലൊക്കെ തൊട്ട് വന്ദിക്കുമ്പോ അവരെ അനുഗ്രഹിക്കാനുള്ള എന്ത് പുണ്യാണ് എന്നിലുള്ളത്? ഒന്ന് മാത്രമേ ഉള്ളൂ, നാമം. ഇല്ലേ? എങ്ങനെ ആ നാമം എങ്ങനെയാ? ഞങ്ങളുടെ രസികനായ ഒരു സുഹൃത്ത് ഒരു പ്രഭാഷണത്തിൽ പറഞ്ഞു, മാനം മറഞ്ഞാലാണ് നാമാകുക. ഒരു നാണമില്ലാതെ നാമം ജപിക്കാൻ സാധിക്കും. എന്റെ സ്വപ്നം തന്നെ അതാ. ഒരു വലിയ കൃഷ്ണന്റെ കീർത്തനം വെച്ചിട്ട് അതിനിങ്ങനെ ചാടി കഴിക്കണം. അങ്ങനെ ഒരു ബോധവും ഇല്ലാതെ, ശരീരബോധം വിട്ടിട്ടേ ഞാൻ എന്നുള്ളത് വിട്ടിട്ട് അങ്ങനെ ഇല്ലേ? ഇപ്പൊ എപ്പോഴും ചോദിക്കും, മകനൊക്കെ ചോദിക്കണതാ, വണ്ടിയിൽ ഒറ്റ പാട്ട് കേൾക്കുന്നുള്ളൂ, ഇത് കേട്ടിട്ട് ബോറടിക്കണ്ടെന്ന് ചോദിക്കും. എനിക്കതിങ്ങനെ കേൾക്കുമ്പോ ആനന്ദം വരും. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. എത്ര കേട്ടാലും മതി വരിക. ഓരോ തവണ കേൾക്കുമ്പോഴും മനസ്സിങ്ങനെ നിറയും. ഇങ്ങനെ ഫുള്ള് ഓടിയത്തിൽ വെച്ചിട്ട് പോകും. ആൾക്കാരൊക്കെ നിന്ന് നോക്കി, ചക്കന് പ്രാന്തായോ വിചാരിച്ചിട്ട്. അങ്ങനെ ആവണമെന്നാണ്. ആ ഒരു തലത്തിലേക്ക് എന്നെ ഉയർത്തിയത് ആ നാമമില്ലാതെ നാമം ജപിക്കാനുള്ള മനസ്സാണ്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആവാൻ പറ്റും.
എൻ്റെ കൂടെ എന്നെ വിശ്വസിച്ച് നിന്ന എല്ലാവരും ആ തലത്തിലേക്ക് ഉയരുന്നുണ്ട്. എനിക്ക് ചൂണ്ടിക്കാണിച്ചു തരാൻ പറ്റും, എണ്ണം പറഞ്ഞ് പറയാൻ പറ്റും. ഒന്നുമില്ല. എന്താ? വിശ്വാസമല്ല, വിശ്വാസം ഉറപ്പില്ലാത്തതാണ്. വിശ്വാസം അങ്ങനെ പറയരുത്, ഉറപ്പോട് കൂടിയിട്ട് ഈശ്വരനാണ് എന്നെ നയിക്കുന്നത്, എൻ്റെ ഭഗവാൻ എന്ന ചിന്തയുണ്ടെങ്കിൽ നിങ്ങളൊക്കെ ഈ ജന്മം ധന്യമായി തീരും, ഒരു സംശയമില്ല. അപ്പൊ അതിനെന്നെ പ്രാപ്തനാക്കിയത്, ഒരറിവില്ലാത്ത കാലത്ത് ഒന്നും പഠിക്കാൻ അറിയില്ല, ഒന്നുമില്ല കേട്ടോ. എല്ലാവരും അക്കാദമിക്കായിട്ടുള്ള വിദ്യാഭ്യാസത്തെ കുറിച്ചാണ് പറയാ. ഞാൻ അഭിമാനത്തോടെ പറയുന്ന വാക്കുണ്ട്, 114 മാർക്ക് വാങ്ങി അന്തസ്സായി 10ാം ക്ലാസ് തോറ്റാളാണ്. ആ ആളെ ഞങ്ങൾ എത്ര നേരം ആചാര്യൻ എന്ന് വിളിച്ചാറുണ്ട്. എന്നിട്ട് ഞാൻ ആചാര്യനായത് എന്തുകൊണ്ടാണെന്നറിയോ? ആ SSLC പുസ്തകത്തിലെ മാർക്കല്ല എൻ്റെ ജീവിതത്തെ വിലയിരുത്തുന്നത്. എൻ്റെ അച്ഛൻ അക്ഷരം കൂട്ടി വായിക്കാൻ പ്രായമായ കാലം മുതൽ 4ാം ക്ലാസ്സിൽ തൊട്ട് പഠിക്കുമ്പോൾ ആദ്യ ഗുരുവായിട്ടുള്ള അച്ഛൻ കൂടെ ഇരുത്തിക്കൊണ്ട് രാമായണവും ഹരിനാമകീർത്തനമൊക്കെ പഠിപ്പിച്ചു തീരുമാനിക്കും. അതാണ് എന്നെ ആചാര്യനാക്കിയത്. അത് നിങ്ങൾക്കും സാധിക്കും. മറ്റെന്ത് പഠിപ്പിച്ചിട്ടും ധർമ്മബോധമില്ലാത്ത ഒരറിവ് ഈ ലോകത്തിന് ദോഷത്തെ ചെയ്യും. മറ്റേതറിയില്ലെങ്കിലും ധർമ്മബോധം ഉണ്ടാക്കി കൊടുത്താൽ മതി, മക്കൾക്കും മക്കളുടെ മക്കൾക്കൊക്കെ, അവനവനും. അങ്ങനെയാണെങ്കിൽ നമ്മള് നരനിൽ നിന്ന് നാരായണനിലേക്ക് ഉയരും, മാനവനിൽ നിന്ന് മാധവനിലേക്ക് ഉയരും. അപ്പൊ ആ നന്ദി പറയുമ്പോ ആരോടൊക്കെയാ പറയാ? ആദ്യ ഗുരുവായിട്ടുള്ള അച്ഛനോട്. കേൾക്കാൻ അച്ഛനില്ല, എന്നാലും എൻ്റെ ഓരോ നാമവും ഓരോ വാക്കും ആ പാദങ്ങളിലുള്ള പുഷ്പങ്ങളാണ്. ആ പാതാരവിധങ്ങളിലാണ് മുഴുവൻ സമർപ്പിക്കുന്നത്. ഇനിയോ എത്ര ഗുരുക്കന്മാര് അല്ലേ? ആരെല്ലൻ ഗുരുനാഥ, ആരെല്ലൻ ഗുരുനാഥ, പാരിതിയിലെല്ലാം എന്നെ പഠിപ്പി. ഇത് മണ്ണാർക്കാടിന്റെ പയ്യനിടത്തിന്റെ ഞങ്ങളുടെ എല്ലാവരുടെയും നിറഞ്ഞ സ്നേഹമാണ്. ഈ നാമോത്സവത്തിന്റെ സ്നേഹമാണ് സമ്മാനിക്കുന്നത്. നിറഞ്ഞ കൈയോടുകൂടി നമുക്ക് ആചാര്യനെ ഉപഹാരം സമ്മാനിക്കുന്നു. ഇവിടെ വന്ന ഊണ് കിട്ടണ വീടാ, ഇനിയും വരുവേ. കയ്യടിച്ചൂടെ? നിങ്ങളുടെ കയ്യടിച്ചാലേ നമുക്ക് കയ്യടി. സുജേഷ് ഉണ്ണി, കയ്യടിക്കൂ. ഏപ്രിൽ 1 നന്നായി കഴിക്കണേ. കണ്ടുപിടിച്ചോളോട്ടാ. കാരണം ഇത്രയും വലിയ മഹാന്മാരുടെ കൂടെ ജീവിക്കുക എന്നുള്ളത് തന്നെ വലിയ മഹത്തരമായ കാര്യമാണ്. അപ്പൊ ഏതായാലും വളരെ സന്തോഷം. കയ്യടി കുറഞ്ഞു പോകരുത്. അതെ, നമുക്കെല്ലാവർക്കും, അതെ, ഇത് നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ്. അപ്പോൾ ഈ ഒരു സ്നേഹം നമുക്ക് നമ്മുടെ കൈകളിലൂടെ നമുക്ക് പകർന്നു നൽകാം. എല്ലാവരും ഒരു നിറഞ്ഞ കയ്യടി. വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അതെ, കയ്യടികൾ കുറയരുതെന്ന് ഇല്ലേ അതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. നമ്മൾ എല്ലാവരും നിറഞ്ഞ കയ്യടിയോടുകൂടി തന്നെ നമുക്ക് ഈ വേദിയിൽ അവരെ ആദരിക്കാം. അടുത്തതായിട്ട് കയ്യടി ഒട്ടും കുറയ്ക്കരുത്. ഇനി അങ്ങോട്ടുള്ളതെല്ലാം
ഇത് അത് ശേഖരിച്ച് അത് തയ്യാറാക്കിയത് അതിനുവേണ്ടി എല്ലാ കാര്യങ്ങളിലും മുമ്പിൽ നിന്ന് അത് നമുക്ക് എത്തിച്ച സുരേഷ് കുമാരി ചേച്ചി ഒരു നിറഞ്ഞ കയ്യടി അല്ലേ? അതെ. അതേപോലെ തന്നെ ഭാസ്കരേട്ടൻ ഇങ്ങനെ മുകളിൽ നിൽക്കുമ്പോൾ സന്തോഷം പോകാനുള്ള കരുത്താണ്. ഇത് മോക്ഷയുടെ കരുത്താണ്. നാമോത്സവത്തിന്റെ